സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഈ ചാനൽ എല്ലാവരും കാണുകയും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവനകൾ അയച്ചു തരിക. നിങ്ങളുടെ ഏത് ചെറിയ തുകയും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകും. അതുപോലെ തന്നെ പരസ്യങ്ങൾ നൽകുക, നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളെ അറിയിക്കുക. സുഭാഷിതം ചാനൽ വഴിയും ഞങ്ങളുടെ മറ്റൊരു ചാനലായ ഗ്രീൻ ഗ്ലോബൽ വഴിയും നിരവധി വീഡിയോസാണ് ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിൽ നമ്മൾ ചെയ്തിരുന്നത്. കാരണം ആശാ വർക്കേഴ്സ് ചെയ്തിരുന്ന സേവനം, അവർ കോവിഡ് കാലത്ത് ചെയ്ത സേവനം, അവർ ആരോഗ്യരംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സുദീർഘമായ സേവനത്തെക്കുറിച്ച്, അവരുടെ 10-26,000 പേര് വരുന്ന ആശാ വർക്കേഴ്സ് വനിതകളെക്കുറിച്ച് വളരെ വിശാലവും വിപുലവുമായ വീഡിയോകൾ നമ്മൾ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരു 190 ദിവസത്തോളം 200 ദിവസത്തിലേക്ക് നീങ്ങാൻ പോകുന്നു സമരം. പക്ഷേ സമരം ഇതെങ്ങും എത്തുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ജനാധിപത്യ രാജ്യത്ത്, ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരത്തിൽ സമരങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വലിയ ആക്ഷേപമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തെ രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ള രീതിയുണ്ട്. ഏകദേശം എല്ലാ പാർട്ടികളും അത് ഉപേക്ഷിച്ച മട്ടാണ്. BJPയിലെ സുരേഷ് ഗോപി അവിടെ പോവുകയും, സുരേഷ് ഗോപി മഴയത്താണ് അവിടെ ചെന്നത്, ചില സഹായങ്ങളും കുടകളും അതുപോലെ അവർക്ക് ഭക്ഷണവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം സുരേഷ് ഗോപി നേരിട്ട് ഡൽഹിയിൽ പോയി JP നദ്ദയുമായി ഈ വിഷയം ചർച്ച ചെയ്തു. അതിനുശേഷം BJP നേതാക്കൾ പോയി കണ്ടു. എന്തായാലും 1,500 രൂപ കൂടുതൽ കൊടുത്തു. ഇതിനിടയിൽ സ്ത്രീകൾ ഒരു ചതിയും വഞ്ചനയും ചെയ്തു കേട്ടോ. അതൊക്കെ വളരെ പെറ്റി പൊളിറ്റിക്സാണ് ആശാ വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർ ആവേശപ്പെട്ട് TV-യിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ഓർഡറും കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയെ ട്രോളി കളിയാക്കി. എന്താ സംഭവിച്ചു? ഓർഡർ വരികയും ചെയ്തു, സുരേഷ് ഗോപി അങ്ങോട്ട് പോയുമില്ല. അപ്പോൾ നമ്മളെ ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ അവരെ നമ്മൾ അധിക്ഷേപിച്ച് വിടരുത്. എന്താ സംഭവിച്ചത്? കോൺഗ്രസ്സുകാരെല്ലാം വന്നു, പ്രതിപക്ഷ നേതാവ് വരുന്നു, സണ്ണി ജോസഫ് വരുന്നു, എല്ലാവരും വരുന്നു, വേണ്ട ബഹളമായിരുന്നു അവിടെ. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചു. ആരാലും കാര്യങ്ങൾ നടക്കാൻ പറ്റാതെ വളരെ നാമമാത്രമായ ആളുകൾ മാത്രമായി 2-3 പേർ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലിരിക്കുന്ന രീതിയിലേക്ക് ആ സമരം താഴേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ 2-3 ആക്ഷേപങ്ങളും കൂടെ വരുന്നുണ്ട്. ഈ സമരത്തിൻ്റെ പേരിൽ വ്യാപകമായി പിരിവ് നടക്കുന്ന ഒരു ആക്ഷേപം വന്നിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഞാനത് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ വലിയ പിരിവൊന്നും നടക്കുന്നില്ല. ഇത് വളരെ അഭ്യുദയകാംക്ഷികൾ ആരെങ്കിലും പണം കൊടുക്കുന്നേ ഉള്ളെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇത് വിദേശത്തുനിന്ന് വരെ പണം വരുന്നുവെന്നും വേറിട്ട സ്ഥലത്തുനിന്ന് പണം വരുന്നു എന്നൊക്കെ വളരെ വലിയ ആക്ഷേപങ്ങളാണ് ആ സമരത്തെക്കുറിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ SCCIയുടെ ഈ സമര രീതിയെക്കുറിച്ചുമൊക്കെ വലിയ ആക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഇവരിറങ്ങി ബഹളമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പോയി ഇവർ സമരമൊക്കെ ചെയ്തെങ്കിലും സമരം ക്ലച്ച് പിടിക്കുന്നില്ല. സമരം ക്ലച്ച് പിടിക്കണമെങ്കിൽ സമരത്തിൻ്റെ രീതി മാറേണ്ടതുണ്ട്. സമരത്തിൻ്റെ രീതി എങ്ങനെയൊക്കെ മാറണം എന്നുള്ളത് ഞാൻ ചാനൽ വഴി പറയുന്നത് ശരിയല്ല. എന്തായാലും അത് പിന്നെ വേറൊരു കേസും വഴക്കുമൊക്കെ ആകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സമരം ഇങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ സമരത്തിൽ നിങ്ങളുടെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ വിഷയം സമൂഹം മറന്നതുപോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. വല്ലപ്പോഴും ഒരിക്കൽ നിങ്ങൾ നടത്തുന്ന ചില ബഹളങ്ങൾ മാത്രം ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വരുന്ന രീതിയിലേക്ക് ആ സമരം മാറിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ശോഭയും കെട്ടാണ് സമരം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉണരണം. സമരത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറട്ടെ. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിൻ്റെ രൂപം മാറും ഭാവം മാറും എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? രൂപവും ഭാവവും എല്ലാം മാറട്ടെ. കൃത്യമായി ആ സമരം വിജയിക്കട്ടെ.